തീർച്ചയായും സൈറ്റ് അത് തന്നെയാണ് തത്സമയ ദൃശ്യങ്ങൾ. പ്രേക്ഷകർ കാത്തിരുന്ന തത്സമയ ദൃശ്യങ്ങളാണിത്. ദുരന്ത ഭൂമിയിൽ എന്ത് നടക്കുന്നു എന്ന ആർക്കും തന്നെ അങ്ങോട്ട് പ്രവേശനമില്ല. ആ തത്സമയ ദൃശ്യങ്ങൾ തന്നെയാണ് സൈറ്റ് ഏറ്റവും പ്രധാനം. ഏത് സമയത്തും നമുക്ക് ആ വാർത്ത കിട്ടിയേക്കാം. എന്തായാലും രക്ഷാ സംഘം ഇത്രത്തോളം ചരിത്രത്തിൽ തന്നെ ഇത്രത്തോളമുള്ള ഒരു ദൗത്യം ഉണ്ടായിട്ടില്ല എന്നാണ് നമുക്ക് ഇവിടെ നിന്നും ഈ സംഘത്തിൽ നിന്നും നമ്മളോട് തന്നെ അവർ പങ്കുവച്ച വിവരം. അത്രത്തോളം കരസേനയും നാവികസേനയും പോലീസും NDRF-ഉം എല്ലാം കൂടി സംതൃപ്തമായ ഒരു തെരച്ചിൽ എത്രയും പെട്ടെന്ന് അർജുനെ കണ്ടെത്തുക അത് വലിയ വെല്ലുവിളിയാണെങ്കിലും പ്രതിസന്ധി മറികടന്നും ആ തരത്തിലുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ നടക്കുന്നത്. എന്തായാലും ഈ തത്സമയ ദൃശ്യങ്ങൾ തന്നെ ഒരുപക്ഷെ നമുക്കത് കാട്ടിത്തന്നേക്കാം. വരും മണിക്കൂറുകൾ വളരെ നിർണായകമാണ്. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ആശങ്കയുണ്ടായിരുന്നു. ഇന്നലെ വലിയ നിരാശയായിരുന്നു, നമ്മൾക്കുൾപ്പെടെ വലിയ നിരാശയായിരുന്നു. AKM അഷ്റഫ് MLA ഇന്നലെ രാവിലെ പങ്കുവച്ചത് 100% ഇന്ന് കിട്ടുമെന്ന അത്രത്തോളം വിശ്വാസമായിരുന്നു ഇന്നലെ. എങ്കിൽ പ്രതികൂലമായ വലിയ കാലാവസ്ഥ പുഴയുടെ അടിത്തട്ടിലുണ്ടായതാണ് ഇത്തരത്തിൽ തടസ്സമുണ്ടായത്. എന്നാലും ഇപ്പോൾ കാലാവസ്ഥ അനുകൂലമായത് ഈ ഡ്രോൺ പറത്താനുള്ള നല്ല കാലാവസ്ഥ, അത് അനുകൂല കാലാവസ്ഥ പരമാവധി ഉപയോഗിച്ച് കണ്ടെത്തുക എന്ന് തന്നെയാണ് ഇപ്പോൾ ലക്ഷ്യമിടുന്നത്. ഏതായാലും വളരെ പ്രധാനപ്പെട്ട ദൃശ്യങ്ങൾ തന്നെയാണിത്. ഈ ദൃശ്യങ്ങൾ തന്നെ ഒരു പക്ഷേ നമുക്ക് ആ വാർത്ത അറിയിക്കുമെന്ന് പ്രതീക്ഷിക്കാം. എന്തായാലും വരും മണിക്കൂറുകളിൽ അത് തീർച്ചയായും കണ്ടെത്തും. ആ വലിയ പ്രതീക്ഷ ഇപ്പോൾ നമുക്ക് കൈവന്നിരിക്കുന്നു. കാരണം കാലാവസ്ഥ തന്നെയാണ്. ഇനി പുഴയുടെ അടിത്തട്ടിൽ എത്രത്തോളം അടിയൊഴുക്ക് കുറഞ്ഞിട്ടുണ്ടെന്ന ഒരു പരിശോധനയും നടക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ മുങ്ങൽ വിദഗ്ധർക്ക് എത്രയും പെട്ടെന്ന് തന്നെ ഈ ക്യാബിനരികിലേക്ക് എത്താൻ കഴിയും. അത് തന്നെയാണ് ഇപ്പോൾ ഈ തിരൂരിൽ നടക്കുന്നത്. എല്ലാവരും ആ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നു. ഏതായാലും തത്സമയ ദൃശ്യം നമുക്ക് കാണിക്കാൻ സാധിച്ചു. അത് തന്നെയാണ് പ്രേക്ഷകർ കാത്തിരിക്കുന്നതും. അതാണ് പ്രേക്ഷകരും കാത്തിരിക്കുന്നത്. എന്താണ് അവിടെ നടക്കുന്ന ആ പരിശോധന, അതിൻ്റെ സാധ്യതകളെല്ലാം, എല്ലാ സാധ്യതകളും മുൻനിർത്തിക്കൊണ്ടുള്ള പരിശോധനയാണ് നടക്കുന്നത്. നമുക്ക് മുന്നിൽ ശരവണന്റെ മൃതദേഹം ലഭ്യമാവുന്ന സാഹചര്യം കൂടിയുണ്ട്. ബൈജു, ഒരു കാര്യം കൂടി, നമുക്ക് ആ ദൃശ്യങ്ങളിൽ അവിടെ ദേശീയപാതയിൽ ഒരു പക്ഷേ ദേശീയപാത അത് പഴയപടിയാക്കുന്നതിന് വേണ്ടിയുള്ള ചില പ്രവർത്തനങ്ങൾ നടക്കുന്നു, അതുകൂടി നടക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. ഒരുപക്ഷേ ഈ തിരച്ചിൽ നടപടികൾക്ക് സമാന്തരമായി അത്തരം പ്രവർത്തനങ്ങൾ കൂടി നടക്കുന്നു എന്ന് തോന്നുന്നു, അല്ലേ? ദേശീയപാത ഗതാഗത യോഗ്യമാക്കിയിരിക്കുന്നു. രാത്രി കാലങ്ങളിൽ ലോറികളൊക്കെ കടത്തിവിടുന്നുണ്ട്. രാത്രി ഇന്നലെ ഇവിടെ ഉണ്ടായിരുന്ന കുടുങ്ങിക്കിടക്കുന്ന എല്ലാ വാഹനങ്ങളും ഇപ്പോൾ രണ്ട് വശത്തും ഇത്തരത്തിൽ ഗതാഗത യോഗ്യമാക്കിയിരിക്കുന്നു. ഇനി കുറച്ചുകൂടി മണ്ണുണ്ട്, അത് നീക്കുകയാണ്. അത് മാത്രമല്ല, ഈ കടയുടെ എന്തെങ്കിലും അവശിഷ്ട ഭാഗങ്ങൾ ഈ മണ്ണിനടിയിലൊക്കെ ഉണ്ടോ അത് പരിശോധന നടത്തുകയാണ്. ഏതായാലും ഗതാഗത യോഗ്യമാക്കിയിരിക്കുന്നു ദേശീയപാത. എല്ലാ വാഹനങ്ങളും ഇത്തരത്തിൽ 6, 7, 8 ദിവസമായി ഇവിടെ കുടുങ്ങിക്കിടക്കുന്ന എല്ലാ വാഹനങ്ങളും രാത്രി കാലങ്ങളിൽ കടത്തിവിടുന്നുണ്ട്. പകൽ ഈ തിരച്ചിൽ നടക്കുന്നതുകൊണ്ടാണ് ഇപ്പോൾ ഇതുവഴിയുള്ള ഗതാഗതം നിരോധിച്ചിരിക്കുന്നത്. പക്ഷേ 9-10 മണിയോടുകൂടി രാത്രി എല്ലാ വാഹനങ്ങളും കടത്തിവിടുന്നുണ്ട്. ഗതാഗത യോഗ്യമായിരിക്കുന്നു. അതിനൊക്കെ പ്രധാനം ഈ അർജുനെ കണ്ടെത്തുക. അതിന് മാത്രമല്ല, ഇനി ഒരാളെ കൂടി കണ്ടെത്താനുണ്ട്. അർജുനൊപ്പം തദ്ദേശീയനായ ഈ കന്നഡക്കാരനായ ഒരാളെ, അദ്ദേഹത്തെയും കൂടി കണ്ടെത്താനുള്ള ശ്രമമാണ്. അത് കാർവാർ MLA വ്യക്തമാക്കിയിരിക്കുന്നു. അർജുന് അത്ര തന്നെ പ്രാധാന്യം നമുക്ക് അതിനുമുണ്ട്. ഓരോ ജീവനും ബലപ്പെട്ടതാണ്, അതുകൂടി കണ്ടെത്തേണ്ടതുണ്ടെന്ന ആവശ്യം തന്നെയാണ് ഉയരുന്നതും. അത് കണ്ടെത്തുമെന്ന ഒരു ദൗത്യം തന്നെയാണ് ഈ രക്ഷാദൗത്യ സേന എടുത്തിട്ടുള്ളത്. അതുകൊണ്ട് കരഭാഗത്തൊക്കെ എന്തെങ്കിലും സൂചനകൾ ലഭിക്കുന്നുണ്ടോ എന്ന പരിശോധന ഒരു ഭാഗത്ത് നടക്കുന്നുണ്ട്. പ്രധാനമായും ഈ ലോറി കണ്ടെത്തി എന്ന് പറയുന്ന ഈ ഭാഗങ്ങൾ കേന്ദ്രീകരിച്ചാണ് മണ്ണ് നീക്കുകയും അത്തരത്തിൽ വാഹന സൗകര്യം ഇവിടേക്ക് ഏതെങ്കിലും തരത്തിൽ അർജുനെ കണ്ടെത്തിയാൽ ആംബുലൻസ് ഉൾപ്പെടെയുള്ള സൗകര്യങ്ങൾ ഇവിടെ സജ്ജീകരിച്ചിട്ടുണ്ട്. അതിനുള്ള കാത്തിരിപ്പാണ് ഓരോ മണിക്കൂറും. ഏതായാലും വരും മണിക്കൂറുകൾ തന്നെ അത് ഒരു കണ്ടെത്താൻ കഴിയുമെന്ന പ്രതീക്ഷ ഇപ്പോൾ നമുക്ക് കൈവന്നിരിക്കുന്നു. കാരണം ആ കാലാവസ്ഥ തന്നെയാണ് വളരെ അനുകൂലമായ കാലാവസ്ഥ. മഴ പൂർണ്ണമായും മാറിയ കാലാവസ്ഥ, ശക്തമായ കാറ്റ് വീശുന്ന ഒരു പ്രദേശമാണ്. പക്ഷേ വളരെ നല്ല കാലാവസ്ഥ, അനുകൂലമായ കാലാവസ്ഥ. ഡ്രോൺ അതിന്റെ പ്രവർത്തനം സുഗമമായി തന്നെ നടക്കുന്നു. അതിന്റെ ദൗത്യം കൃത്യമായി നിർവഹിക്കുന്നു. ഏതാനും മണിക്കൂറുകൾക്ക് തന്നെ ഡ്രോണിൽ നിന്നുള്ള പുതിയ വിവരങ്ങൾ നമുക്ക് ലഭ്യമാകും. സജിത്തെ, വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ബൈജു പങ്കുവെക്കുന്നത്. എന്തായാലും ഇന്നത്തെ ആക്ഷൻ പ്ലാൻ അനുസരിച്ചുകൊണ്ട് തന്നെ ഈ ദൗത്യസംഘം മുന്നോട്ട് പോകുന്നു എന്ന് വേണം നമുക്ക് വ്യക്തമാവുന്നത്. ഇതായി ഇപ്പോൾ കാണുന്നത് തത്സമയ ദൃശ്യമാണ്. അവിടുത്തെ പരിശോധനകളും അവിടുത്തെ നീക്കങ്ങളുമാണ് വ്യക്തമാക്കുന്നത്. 2 തരത്തിലുള്ള പരിശോധന ഇപ്പോൾ നടക്കുന്നു ഈ ദൗത്യത്തിൻ്റെ ഭാഗമായി എന്ന് വേണം നമുക്ക് ഈ ദൃശ്യങ്ങൾ ഇന്ന് വ്യക്തമാവുന്നത്. ഒന്ന്, ഐബോർഡ് ഉപയോഗിച്ചുകൊണ്ട് പുഴയുടെ അടിത്തട്ടിൽ കുടുങ്ങിക്കിടക്കുന്ന വസ്തുവിനെ, അതിൻ്റെ തീവ്രത, അതിൻ്റെ കൃത്യത ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയുള്ള പരിശോധന ഇന്ന് വീണ്ടും തുടരുന്നു. അപ്പോൾ കരമേഖലകളിലും മണ്ണു മാറ്റിയുള്ള ഖനനം
പ്രവർത്തനങ്ങളും ഇന്ന് തുടരുന്നു. എന്താണ് അവിടെ സംഭവിക്കുന്നത് എന്ന പരിശോധനയിലേക്ക് ആ തരത്തിലും അവർ മുന്നോട്ട് പോകുന്നു എന്നതാണ് അവിടുത്തെ അവസ്ഥ. അങ്ങനെ രണ്ട് സാധ്യതകളും ദൗത്യസംഘത്തിന് മുന്നിലുണ്ട്. ആ രണ്ട് സാധ്യതകളും മുൻനിർത്തിയാണ് ഷിരൂരിലെ ഇന്നത്തെ ദൗത്യം മുന്നോട്ട് പോകുന്നത്. ഏറ്റവും പുതിയ ദൃശ്യങ്ങളാണ് കാണുന്നത്. ദുരന്ത മേഖലയിൽ നിന്നുള്ള ഇന്നത്തെ ദൃശ്യമാണ്. എക്സ്ക്ലൂസീവ് ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. ഈ ദൗത്യം 11ാം ദിവസം നമുക്കതിൻ്റെ ഒരു പൂർണ്ണതയിലെത്താൻ കഴിയുമോ, അതിൻ്റെ സസ്പെൻസ് നമുക്ക് വ്യക്തത ഉണ്ടാകുമോ എന്നതാണ് കരുതുന്നത്. എന്തായാലും ഇതിനിടയിൽ കോഴിക്കോട്ടെ അർജുൻ്റെ കുടുംബവും കാത്തിരിക്കുകയാണ് ഈ തിരോധാനത്തിൻ്റെ. അർജുൻ എവിടെ പോയി, അർജുൻ എന്തു സംഭവിച്ചു എന്നതിൽ ഒരു വ്യക്തത തേടിയ കുടുംബത്തിൻ്റെയും കാത്തിരിപ്പാണ്. 11ാം ദിവസമാണ്. സമാനതകളില്ലാത്ത സമീപകാലമായത്തെ ഒരു ദൗത്യം അതിൻ്റെ പൂർത്തീകരണത്തിലെത്തിക്കാൻ എല്ലാ സംവിധാനങ്ങളും സജ്ജമായി തന്നെ മുന്നോട്ട് പോകുന്നു എന്നതാണ് ഇപ്പോഴത്തെ സാഹചര്യം. കാലാവസ്ഥ രാവിലെ അനുകൂലമാണ്. അതുകൊണ്ട് തന്നെ ആ അനുകൂലമായ സാഹചര്യത്തെ മുൻനിർത്തി പരമാവധി പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുക എന്നതാണ്. ഐബോർഡ് ഒരു തവണ പുഴയെ വലം വെച്ച് പുഴയുടെ മേൽത്തട്ടിലൂടെ ജലനിരപ്പിന് മുകളിലൂടെ പോയി പരിശോധന നടത്തി തിരിച്ചു വന്നു കഴിഞ്ഞു. വീണ്ടും ഐബോർഡ് പരിശോധന ഇനിയും തുടരും. 2-3 ലൊക്കേഷനുകൾ, 2 പ്രധാനപ്പെട്ട ലൊക്കേഷനുകൾ സ്പോട്ട് ചെയ്യപ്പെടുന്നു. ആ ഇടങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള പരിശോധന തന്നെയാണ് നടക്കുന്നത്. നേരത്തെ ഈ ഭാരത് ബൻസ് കമ്പനി അടക്കം വ്യക്തമാക്കിയതുപോലെ ഈ ലോറി ഒരു കാരണവശാലും വേർപെട്ടു പോകാനുള്ള സാധ്യതയില്ലെന്ന് അവർ ആവർത്തിക്കുന്നു. അങ്ങനെയെങ്കിൽ കാണപ്പെട്ട ലോകഭാഗം അത് കൂടുതൽ ഇൻറ്റൻസിറ്റി ഉള്ളതാണെങ്കിൽ അത് ലോറി തന്നെയാണ് എന്ന് ഉറപ്പിച്ചുകൊണ്ട് അവർ മുന്നോട്ട് പോകുന്നു എന്നതാണ് സാഹചര്യം. പക്ഷേ എത്ര വലിയ ദുർഘടമാണ് പുഴയുടെ സാഹചര്യം എന്നത് രാവിലെ ബൈജു പങ്കുവച്ച ദൃശ്യം തന്നെ വെളിവാക്കുന്നു. കാരണം അഴിമുഖം ഏറെ ദൂരെയല്ല, അഴിമുഖത്തേക്ക് എത്തും തോറും ഒഴുക്ക് വീണ്ടും ശക്തിപ്പെടുന്നു എന്നതാണ് സാഹചര്യം. ഡൈവിങ് അസാധ്യമായ സാഹചര്യമുണ്ട്. പുഴയിലെ തെരച്ചിൽ പരിശോധനകൾ വീണ്ടും ആരംഭിക്കുന്നു. നമുക്കറിയാം അവിടെ നേവി ഉദ്യോഗസ്ഥരും ദൗത്യസംഘാംഗങ്ങളുമാണെന്ന് കരുതാം. അവർ പുഴയിലൂടെ ഇറങ്ങി പരിശോധന നടക്കുക. പുഴയിൽക്കുള്ളിലേക്ക് ഇറങ്ങുന്നില്ല, അതേസമയം ബോട്ടിൽ പോയി പുഴയിലെ സാഹചര്യങ്ങൾ അവിടെ സംബന്ധിച്ച പരിശോധനകൾ നടക്കുന്നു എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. അത്ര രീതിയിലുള്ള ശ്രദ്ധയും നീക്കങ്ങളും പരിശോധനകളും അവിടെ നടക്കുന്നു എന്നതാണ്. ഒരു ലോറി പോലെ ഇത്ര വലിയ ഒരു വസ്തു ഒരു മണ്ണിലോ ഒരു പുഴയിലോ കുടുങ്ങപ്പെട്ടിട്ട് 11 നാളും നമുക്കത് കണ്ടെത്താൻ കഴിയുന്നില്ല എന്ന് പറയുമ്പോൾ എത്ര വലിയ ഒരു സാഹചര്യമാണ് അവിടെ വെല്ലുവിളിയായി നിലനിൽക്കുന്നത് എന്നതുകൂടി ഓർമ്മിക്കുക. അത്ര ദുഷ്കരമായ അവസ്ഥ അവിടെയുണ്ട്. ഒരു തരത്തിലും മുങ്ങൽ വിദഗ്ധർക്ക് ഇറങ്ങി പരിശോധിക്കാൻ കഴിയാത്തൊരു സാഹചര്യമായി അവിടെ നിൽക്കുന്നു ആ പുഴയുടെ സാഹചര്യം എന്നതാണ്. അതുകൊണ്ടുകൂടിയാണ് വെല്ലുവിളി അതീവ ദുഷ്കരമായി മാറുകയും ചെയ്യുന്നത്. എന്തായാലും അവിടെ ഈ ദൗത്യം അത് മുന്നോട്ട് പോവുകയാണ്. ദൗത്യത്തിൻ്റെ ഇന്നത്തെ പ്രവർത്തനങ്ങളാണ് നമ്മൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്നത്. അവിടുത്തെ സാഹചര്യങ്ങൾ, അവിടുത്തെ മണ്ണുമാറ്റൽ നടപടികൾ, ഒപ്പം കരമേഖലയിലെ മറ്റ് ഇടപെടലുകൾ, സമാന്തരമായി തന്നെ ഐബോർഡ് ഉപയോഗിച്ചുകൊണ്ടുള്ള പരിശോധനകളും നടക്കുകയാണ്. ലോറി വേർപെട്ടു പോവില്ല എന്ന കമ്പനിയുടെ ഉറപ്പിൽ ആ സിഗ്നൽ കേന്ദ്രീകരിച്ചുള്ള പരിശോധനയാണ്. പക്ഷേ നമുക്ക് മുന്നിൽ വെല്ലുവിളികൾ മറ്റു പലതുമുണ്ട്. കാരണം ഒന്ന്, അർജുൻ ഈ വാഹനത്തിൽ തന്നെ ക്യാബിനുള്ളിൽ തന്നെ ഉണ്ടോ? അങ്ങനെ കണ്ടെത്താൻ കഴിഞ്ഞില്ലെങ്കിൽ, വാഹനം വലിച്ചുയർത്തിയാൽ പോലും ഒരു പക്ഷേ അർജുനെ അതിനുള്ളിൽ കണ്ടെത്താൻ കഴിഞ്ഞില്ലെങ്കിൽ നമുക്ക് മുന്നിൽ ദുർഘടമായ സാഹചര്യമുണ്ടാകും. പിന്നീട് എവിടെ പരിശോധന എന്നത് നമുക്ക് മുന്നിൽ ഒരു തേങ്ങലായി, ഒരു പ്രതിസന്ധിയായി മാറുകയും ചെയ്യുന്നു. അങ്ങനെ അർജുൻ എന്ന വ്യക്തി, അർജുൻ്റെ ഈ തിരോധാനം, അർജുനടക്കം ഇനിയും കണ്ടെത്താനുള്ള മറ്റ് ആളുകളുമുണ്ട്. എന്നിരുന്നാൽ കൂടിയും അവിടുത്തെ സാഹചര്യം സങ്കീർണമാണ്. അർജുനെ തേടിയുള്ള, അർജുന് വേണ്ടിയുള്ള ദൗത്യം അത് മുന്നോട്ട് പോവുകയാണ്. ബൈജു തുടരുന്നുണ്ട്.